നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്കുള്ള IT ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം ഇന്ത്യൻ IT മേഖലയിൽ ആകെ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. ഇത് ബിസിനസ് കരാറുകളെയും തൊഴിലവസരങ്ങളെയും മാത്രമല്ല, വ്യാപാര ബന്ധങ്ങളെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെ സ്വാധീനിക്കുന്ന നീക്കമാണിത്. ഇത് ഇന്ത്യൻ IT ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തും? US-ൻ്റെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥകളിൽ ഇതിൻ്റെ സ്വാധീനം എന്താണ്? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ VK വിജയകുമാർ, അമേരിക്കയിലെ മാധ്യമപ്രവർത്തകനായ സജിമോൻ ആൻ്റണി, IT എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് അനൂപ് എബി, IT എഞ്ചിനീയറായ ബിജോയ് വിശ്വനാഥൻ എന്നിവർ. ആദ്യം ഡോക്ടർ വിജയകുമാർ, ഇന്ത്യയുടെ GDP-യിൽ IT സേവന മേഖലയുടെ സംഭാവന എത്രത്തോളം പ്രധാനമാണ്? ഈ US ഔട്ട്സോഴ്സിംഗ് നിരോധനം ഏതൊക്കെ മേഖലകളെയാണ് ബാധിക്കുക? ഔട്ട്സോഴ്സിംഗ് നിരോധനം എന്ന് പറയാനായിട്ടില്ല. സജഷൻ ബില്ല് ഒരു ബെർണി മോറിപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നൊരു സംഗതിയാണ്. അത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ തന്നെ റിപ്പബ്ലിക്കൻ മെമ്പേഴ്സ് തന്നെ അതിനെ എതിർക്കുന്ന ആളുകളാണ് ഒരുപാടുള്ളത്. അത് കഴിഞ്ഞാൽ അത് സെനറ്റിലേക്ക് പോകും. സെനറ്റിൽ 60-40 എന്നുള്ള തോതിൽ അത് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പോസിബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. കാരണം അമേരിക്കയിലും അമേരിക്കയിലത്തെ കോർപ്പറേറ്റ് ലോബി വളരെ ശക്തമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ കോർപ്പറേറ്റ്സിന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവരുടെ IT സർവീസസ് കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഈ IT ഔട്ട്സോഴ്സിങ്ങിൻ്റെ മുകളിൽ ഈ ഹയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബില്ല്, ഹോൾട്ടിംഗ് ഇന്റർനാഷണൽ റിലൊക്കേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, അതാണ് ഹയർ. അത് നടപ്പിലാവുകയാണെങ്കിൽ അവരുടെ കോസ്റ്റ് 25% കൂടും. അമേരിക്കൻ കോർപ്പറേറ്റ്സ്, എല്ലാ ലാർജ് കോർപ്പറേറ്റ്സും ഇന്ന് വലിയ തോതിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതാണ്. ഹ്യൂജ് സോഫ്റ്റ്വെയർ ഈസ് ഇംബെഡഡ് ഇൻ ദെയർ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. അതുകൊണ്ട് 25% അവരുടെ കോസ്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ വളരെ എക്സ്ട്രീം വ്യൂസ് ഉള്ള ഒരുപാട് റിപ്പബ്ലിക്കൻസ് ഉണ്ട്. ഈ നമ്മുടെ പ്രസിഡന്റ് ട്രംപിനെ സ്വാധീനിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ഒരാളാണ് ഈ ബെർണി മോറിപ്പൻ. അദ്ദേഹമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് പാസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇതിനെ ട്രംപിന്റെ നയം എന്ന് വിശേഷിപ്പിക്കുക. കാരണം ഏപ്രിൽ 2 ഡൊണാൾഡ് ട്രംപ് റെസിപ്രോക്കൽ ടാരിഫ്സ് നടപ്പിലാക്കിയത്. റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറഞ്ഞാൽ പകരച്ചുങ്കം. ആ പകരച്ചുങ്കത്തിന്റെ സാമ്പത്തിക യുക്തി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് $1.2 ട്രില്യൺ വ്യാപാര കമ്മിയുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്യുന്നതിനേക്കാളും $1.2 ട്രില്യൺ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഉയർന്ന വ്യാപാര കമ്മി ഉണ്ടായത് അമേരിക്കയിലേക്കുള്ള മറ്റ് രാജ്യങ്ങളുടെ കയറ്റുമതിയുടെ മുകളിൽ അമേരിക്ക ചുമത്തുന്ന ചുങ്കം വളരെ കുറവാണ്. മറിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ മറ്റ് രാജ്യങ്ങൾ ചുമത്തുന്ന ചുങ്കം കൂടുതലാണ് എന്നുള്ള ആ ഒരു ലോജിക്കാണ്. അത് ഭാഗികമായിട്ട് ശരിയാണ്, അതൊന്നും ചെയ്ത രീതിയൊന്നും തീരെ ശരിയായില്ല. ആ ലോജിക്ക് അതായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഗുഡ്സിന്റെ മുകളിൽ ഈ പകര ചുങ്കം ചുമത്തിയത്. സർവീസസിന്റെ മുകളിലില്ല എന്ന് ഓർക്കുക. ഗുഡ്സിന്റെ മുകളിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ആ പോളിസി, ട്രേഡ് പോളിസി, ദാറ്റ് ഈസ് കൺഫൈൻഡ് ടു സെർവ് ഗുഡ്സ് അലോൺ, നോട്ട് ടു സർവീസസ്. അപ്പം ട്രംപിന്റെ നയമല്ല അത്. ഇത് ഒരു ബില്ല് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ.
അത് ഒന്ന് പിന്നെ നടപ്പിലായി കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ വെച്ച് പറഞ്ഞല്ലോ, ഇന്ത്യൻ GDP അതിന്റെ സ്വാധീനം എന്താണെന്നൊക്കെ തന്നെ താങ്കൾ തുടക്കത്തിൽ ചോദിച്ചു. വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ 60 ലക്ഷം ആളുകൾ ഭേദപ്പെട്ട നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന മേഖലയാണ് IT എന്ന് നമുക്കറിയാം. 1991 ഉദാരീകരണത്തിന് ശേഷം ആഗോളീകരണം ശക്തമായതോടുകൂടി ഇന്ത്യൻ ഇക്കോണമിയെ കാര്യമായിട്ട് സഹായിച്ചൊരു മേഖലയാണ് ഈ IT എക്സ്പോർട്സ്. ഇന്ത്യയുടെ IT ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ $250 ബില്യൺ ഇൻഡസ്ട്രിയാണ്. അതിൽ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ 24-25 ഇന്ത്യയുടെ IT എക്സ്പോർട്സ് മാത്രം $224 ബില്യൺ. നമ്മൾ ഓർക്കുക, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെക്സ്റ്റൈൽസ് $10 ബില്യൺ, അല്ലെങ്കിൽ ജെംസ് ആൻഡ് ജ്വല്ലറി $9 ബില്യൺ, അല്ലെങ്കിൽ സീ ഫുഡ് എക്സ്പോർട്സ്, പിന്നെ ചെമ്മീനൊക്കെ തന്നെ ഒരു $3 ബില്യൺ. ആ സ്ഥാനത്ത് ഇത് $224 ബില്യൺ ആണ്. ഇന്ത്യൻ GDPന്റെ 6% വരും. എംപ്ലോയ്മെന്റിൽ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, പൂനെ, ഇത് നമ്മുടെ ടെക്നോ പാർക്ക് അടക്കം ബാധിക്കും, വലിയ തോതിൽ ബാധിക്കുന്നതാണ്. പക്ഷേ അത് നടപ്പിലാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ കനത്ത ഒരു അടിയായിരിക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിലിനും ഒക്കെ തന്നെ. പക്ഷെ അത് നടപ്പിലാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ ഒരു ന്യൂസ് ആദ്യം വന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയാം. വിപണി പലപ്പോഴും വളരെ നല്ല സൂചനകൾ നൽകും. ഈ ന്യൂസ് ആദ്യം വന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ TCS, വിപ്രോ, HCL ടെക്, ഇൻഫോസിസിന്റെ ഷെയർ പ്രൈസ് ഒന്ന് കുറഞ്ഞു, ഇത് ഉണ്ടാവാൻ പോകുന്നുള്ള ഒരു ഭീതിയില്ല. പക്ഷെ പെട്ടെന്ന് ഇന്നൊക്കെ തന്നെ അത് തിരിച്ച് നന്നായിട്ട് കയറി. അതിനർത്ഥം മാർക്കറ്റ് ഈസ് നോട്ട് ഡിസ്കൗണ്ടിങ് ദിസ്. ഇത് സാധ്യതയില്ലാത്തൊരു സംഗതിയാണെന്നുള്ളതാണ് മാർക്കറ്റിന്റെ വില. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ശ്രീ സജിമോൻ ആന്റണി, ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനുള്ള നിലപാടിന് പിന്നിലെ രാഷ്ട്രീയ പ്രചോദനം എന്താണ്? US ജനത എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇതിനകത്തൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ യെസ് ആണ്. ഇത് എന്താണ് ഈ ടാരിഫ്, അല്ലെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ വന്നത്, അല്ലെ ഈ ഒരു പോളിസി നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറകോട്ട് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ 90s വരെ ഇന്ത്യയുടെ പോളിസികൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടാരിഫ് റേറ്റുകളൊക്കെ 80%, 90% ആയിരുന്നു. എന്നാൽ അതിനുശേഷം ഉദാരവൽക്കരണത്തിന് ശേഷം അത് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വന്ന് 30%, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ആവറേജ് 15% നിൽക്കുന്നു. എന്നാലും അത് അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്ക അത് 2.8% അല്ലെങ്കിൽ 2.2 നിൽക്കുന്നു. അപ്പൊ ആ ഒരു ഡിസ്പാരിറ്റി ഓവർകം ചെയ്യാനാണ് ഇതിന് മുമ്പത്തെ പാനലിസ്റ്റ് പറഞ്ഞു കൊടുക്കുക തന്നെ ഗുഡ്സും സർവീസും രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ഗുഡ്സിനകത്താണ് അമേരിക്കയ്ക്ക് ഡെഫിഷ്യറ്റ് ഉള്ളത്, എന്നാൽ സർവീസിനകത്ത് സർപ്ലസ് ആണുള്ളത്. അപ്പൊ ആ ഒരു ഡിസ്പാരിറ്റിക്ക് വേണ്ടിയായിരുന്നു ഈ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പോളിസികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തുമാത്രം അത് ഇപ്പോൾ പ്രാക്ടിക്കൽ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നെഗോഷിയേഷന്റെ ടൂൾ ആയിട്ടാണ് ഞാൻ ഇതിനെ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഒരു യുദ്ധത്തിനകത്ത് രണ്ട് പാർട്ടികൾക്കും ആരും ജയിക്കുന്നില്ല അല്ലെ ആരും തോൽക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ടാരിഫ് വാറിൽ ഇതിനകത്തും ആരും ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നില്ല, തോൽക്കുക മാത്രമേ ഉള്ളൂ. കാരണം അത് രണ്ട് രാജ്യത്തിനും ലോങ് റണ്ണിൽ അത് ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ എന്തുമാത്രം ഇമ്പാക്ട് ഏത് സെക്ടറിന് വരും എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. സഹ പാനലിസ്റ്റ് പറഞ്ഞു പോണെങ്കിൽ തന്നെ ഇത് ഈ ഒരു പ്രപ്പോസലാണ്. എന്തുകൊണ്ടാണ് ഈ പ്രപ്പോസൽ വന്നിരിക്കുന്നത്? കാരണം ഇവിടെ റിപ്പബ്ലിക്കിനകത്ത് ഒരു ഹാർഡ് കോർ വിങ് ഉണ്ട്. അപ്പൊ ആ ഹാർഡ് കോർ വിങ്ങിന്റെ ഇലക്ഷന് മുമ്പ് തന്നെ 2025 ഒരു പ്രൊജക്ട് 2025 എന്നുള്ള ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ട്രംപിന്റെ പോളിസികൾ, ഇപ്പൊ ഈ അഡ്മിനിസ്ട്രേഷന്റെ പോളിസികൾ ആ പ്രൊജക്ട് 25 ഓരോ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുക എന്നുള്ളതിൽ അധിഷ്ഠിതമായ ഒരു പോളിസിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഏകദേശം 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് സോ ഫാർ ഇതുവരെ സൈൻ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ 8 മാസം കൊണ്ടിട്ട്. അതൊരു റെക്കോർഡ് ലെവലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷം മുമ്പ് 2015-ലും 2016-ലും ഒക്കെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് നിശ്ചിതമായി വിമർശിച്ച പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഒരു പൊസിഷനിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്നൂടെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ. എന്നാൽ ഇപ്പം ഇത് എങ്ങനെയാണ് ഒരു നിയമമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ റിയലി ഒരു റിസ്ക് ആയിട്ട് വരികയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെനറ്റിലും കോൺഗ്രസിലും ഒക്കെ ഭൂരിപക്ഷത്തിൽ പാസ്സായി വൈറ്റ് ഹൗസ് സൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഉള്ള ഒരു വോട്ടെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ പ്രതിപക്ഷം എല്ലാം ഒറ്റക്കെട്ടാക്കി നിൽക്കുന്നു, ഭരണപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. നേരത്തെ അമേരിക്കയിൽ അങ്ങനെ അല്ലായിരുന്നു. രണ്ടുപേരുടെ ഒരു കോൺസെഷൻ ഉണ്ടായിട്ട് ഒരു 60%, 65% ആൾക്കാർ ഇരുപക്ഷയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും
ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ജോയിന്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, ഒരു 3-4 വർഷമായിട്ട് പ്രത്യേകിച്ചും പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടി ബേസ്ഡ് അല്ല, പാർട്ടി ലൈൻഡ് വോട്ടിംഗ് ആണ് നടക്കുന്നത്. എന്നാലും അത് അത്ര എളുപ്പമായിരിക്കുന്നില്ല ഇങ്ങനെയുള്ള പോളിസികൾ വരാനായി. അതായത് ഈ ബില്ല് പാസ്സാവാനുള്ള സാധ്യതയില്ല എന്ന ഡോക്ടർ വിജയകുമാറിന്റെ അഭിപ്രായത്തെ താങ്കൾ ശരിവെക്കുകയാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ലോബിയിങ് വളരെ ഇന്റൻസിംഗ് ആയിട്ട് 2 സെക്ഷനിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്, അല്ലെ ട്രംപ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം ഈ ടാരിഫിന് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനുള്ള ഒരു പൊടിക്കൈയായിട്ടാണ്, അല്ലെ ആ ഒരു ലൈൻ ഓഫ് തോട്ട് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യു എസിലെ സാധാരണക്കാരുടെ ഇതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇതിനകത്ത് ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഭരണപക്ഷികൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 1-2% കൂടുതൽ വോട്ട് നേടിക്കൊണ്ടാണ് ഏത് രാജ്യത്ത് ഒരു ഭരണകക്ഷി വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവർക്കെതിരെ വോട്ട് ചെയ്ത് 47 അല്ലെങ്കിൽ 46% ആൾക്കാർ മുഴുവൻ ആ രാജ്യം വിട്ടു പോകണോ, അല്ലെങ്കിൽ അവരുടെ പോളിസികൾ ടോട്ടലി അവർക്ക് അനുകൂലമായിരിക്കരുത് എന്നുള്ളൊരു വാശി ആരെങ്കിലും പിടിച്ചിട്ടുണ്ട്. അത് സസ്റ്റൈനബിൾ അല്ല. കാരണം എക്സ്ട്രീം റൈറ്റ് വ്യൂയും എക്സ്ട്രീം ലെഫ്റ്റ് വ്യൂയും ഒരിക്കലും അമേരിക്കയിൽ സസ്റ്റൈനബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു റിയൽ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 51.5% വോട്ടായിരുന്നു, അല്ലെ 52% വോട്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന് 2024 കിട്ടിയെങ്കിൽ ഇന്ന് ഏകദേശം 58-60% ജനങ്ങൾ അദ്ദേഹത്തിന്റെ പോളിസികളോട് അപമതിപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലേറ്റസ്റ്റ് സർവേ പറയുന്നത്. അപ്പൊ എന്ന് കരുതി അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വിഷനും പ്രാണികളും മാറ്റിവെക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് US കോൺഗ്രസിലും US സെനറ്റിലും സുപ്രീം കോടതിയും വൈറ്റ് ഹൗസും എല്ലാം റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ്, ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായിട്ടാണ്. അപ്പൊ അദ്ദേഹം എന്ത് വിചാരിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എന്നാൽ ഇന്റൻഷൻ അതാണോ, ടോട്ടലി ബാൻ ചെയ്യണോ? ഇന്ത്യക്കാര് എനിക്ക് തന്നെ 5 മില്യൺ ഇന്ത്യക്കാരുണ്ട്. അതിലകത്ത് ഏകദേശം 2 മില്യണോളം IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. 18% ഇന്ത്യയിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ സഹമാനുഷം മുമ്പേ പറഞ്ഞു പോകണമെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസും അല്ല ജെയിംസ് ആൻഡ് ജുവല്ലറി അല്ല ടെക്സ്റ്റൈൽസ് കഴിഞ്ഞാൽ അല്ലെ അതിനേക്കാളും കൂടുതൽ ഇമ്പാക്ട് ഉള്ള ഒരു സെക്ടറാണ് IT സെക്ടർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഉള്ളത് ഈ 2000-ന് ശേഷം ഈ കഴിഞ്ഞ 20 വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു H1ഉം H1 വിസയും L1ഉം B1ഉം ഒക്കെ ആയിട്ട് കൂടുതൽ വിസകൾ ഇഷ്യൂ വരുമോ, ഏകദേശം 5-1 ഈ വിസയുടെ ഒക്കെ സോഴ്സുകൾ അല്ലെങ്കിൽ നമ്പേഴ്സുകൾ ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ റെസിസ്റ്റൻസും അല്ലെ ഒരു പൊളിറ്റിക്കൽ ടോക്ക് നടക്കുന്നുണ്ട്. ഈ രാജ്യം മൊത്തം ഇമിഗ്രൻസ് വരുന്നു എന്നുള്ളൊരു വ്യക്തമാണ്. ഞാനൊന്ന് എവിടെയാണ് ശ്രീ അനൂപ് എബി, താങ്കളുടെ സംഘടനയിലെ അംഗങ്ങളുടെ ഇപ്പോഴത്തെ ആശങ്കകൾ എന്തൊക്കെയാണ്? തൊഴിൽ സുരക്ഷ, ശമ്പളം വെട്ടിക്കുറയ്ക്കുമോ, അല്ലെങ്കിൽ പുതിയ അവസരങ്ങളിലെ മാന്ദ്യം എന്നിവയെക്കുറിച്ചൊക്കെ അവർ ആശങ്കാകുലരാണോ? ഇതിനകത്ത് ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഔട്ട്സോഴ്സിങ് നിർത്തലാക്കുമെന്ന് പറയുന്നത് അതൊരു ഭീഷണിയായിട്ട് മാത്രമേ ഇതിനകത്ത് കാണാനുള്ളൂ. അങ്ങനെ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്നുള്ള വേൾഡിലുള്ള കമ്പനികളെല്ലാം തന്നെ അതിനെ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഗവൺമെൻറ് അവർ ഇറക്കിയ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്തുനിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു IT കമ്പനികളും വേൾഡിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. കാരണം ഈ ഗവൺമെൻറ്റിനാണോ അല്ലെങ്കിൽ ട്രംപിനാണോ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇവരതിനെ പറ്റിയിട്ട് പറയുന്നതും ഭീഷണി മാത്രമാണത്. പിന്നെ കാരണം ബാങ്കിങ് നെറ്റ്വർക്ക് ആയിക്കോട്ടെ, വിസ ആയിക്കോട്ടെ, മാസ്റ്റർ കാർഡ് ആയിക്കോട്ടെ, ഇതുപോലെ ബാങ്കിങ് നെറ്റ്വർക്കിൻ്റെ കംപ്ലീറ്റ്ലി ടെക്നിക്കൽ സപ്പോർട്ടുകളും ഡാറ്റാ സെൻറ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ IT മേഖലയിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നീട് ഇനി സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു ചൈന പോലുള്ള രാജ്യമായിരിക്കും. കാരണം അവിടെയും ഈ IT പ്രൊഫഷണൽസ് വളരെ ഇതാണ്. പക്ഷേ ചൈനയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മദർ ടങ് ആയിട്ടുള്ള ലാംഗ്വേജ് മാത്രമാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ IT കമ്പനികളുടെ ടെക്നിക്കൽ സപ്പോർട്ടുകൾ ഒരു പരിധി വരെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ്. ഇപ്പം ഈ IT മേഖലയിൽ ഈ പറഞ്ഞ ലീഗൽ സർവീസ് അടക്കം, അതായത് അമേരിക്കയിലിരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ലീഗൽ സൈഡ്, അതിൻ്റെ വാല്യുവേഷൻ അടക്കം ഇന്ത്യയിൽ നിന്നാണ് ചെയ്യുന്നത്. അതായത് അവിടെ അമേരിക്കക്കാരൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് അതിന് എത്ര വാല്യുവേഷൻ ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലിരിക്കുന്നവരാണ്. ഈവൻ ഇപ്പോൾ ഈ ട്രംപ് ഇരിക്കുന്നിടത്ത് അവിടുത്തെ വൈറ്റ് ഹൗസ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വില ഇടുന്നത് ഒരുപക്ഷെ ഇന്ത്യക്കാരായിരിക്കും.
അതുകൊണ്ട് ഇതിനകത്ത് ഒരു കാരണവശാലും അമേരിക്ക എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒരു കാരണവശാലും ഒരു ഇമ്പാക്റ്റും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഭീഷണി മാത്രമാണ്. ഇത് നടപ്പാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ബിജോയ് വിശ്വനാഥൻ, താങ്കളുടെ കരിയറിനെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം തോന്നുന്നു. തീർച്ചയായിട്ടും IT മേഖലയിൽ അങ്ങനെ ഒരു കാര്യം ഇതല്ലാതെ തന്നെയുണ്ട്. ആക്ച്വലി ഇത് ഒരു കോയിൻസിഡൻസ് ആണ്. ട്രംപ് ചെയ്യുന്ന പോളിസി പ്രോബ്ലംസും ഇത് മറ്റൊരു ഇഷ്യൂയും കൂടെ മിക്സഡ് ആണ് അറ്റ് ദിസ് ടൈം. കാരണം AI അതുപോലെ തന്നെ ഗ്ലോബലി എല്ലാ IT ഓർഗനൈസേഷനും ടയർ 1 കമ്പനി സ്ലിമ്മിങ് എക്സസൈസിലാണ്. അവർക്ക് ഇപ്പോൾ നിലവിലുള്ള അത്രയും വർക്ക് ഫോഴ്സ് വേണ്ട. കറന്റ്ലി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അത്രയും വർക്കിന് നിലവിലുള്ള അത്രയും വർക്ക് ഫോഴ്സിന്റെ ആവശ്യമില്ല ഇപ്പോൾ. അപ്പോൾ അതിനൊരു സ്ലിമ്മിങ് എക്സസൈസ് ആണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ TCS പോലത്തുള്ള ഓർഗനൈസേഷൻ ചെയ്തപ്പോൾ അത് വലിയ ന്യൂസ് ആയിട്ട് ഇവിടെ വന്നു. അല്ലാത്തവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പല ഓർഗനൈസേഷൻ ആൾറെഡി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒറാക്കിൾ നിങ്ങളിപ്പോ കണ്ടു കാണും. മൈക്രോസോഫ്റ്റ് ആൾറെഡി സ്ലിമ്മിങ്ങിലാണ്. പലതും ന്യൂസ് ഇല്ലാത്ത പലരും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ട്രംപ് എന്താ പറയാ ഇതും കൂടെ വന്നപ്പോ അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായി. ആൾറെഡി നമ്മൾ പ്രശ്നത്തിലിരിക്കുകയാണ്. പ്രശ്നത്തിന്റെ മുകളിൽ ഒരു പ്രശ്നം കൂടെ വന്ന് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ IT വർക്ക് ചെയ്യുന്ന ടൈമാണ്. പിന്നെ ഇത്രയും കാലമൊക്കെ നമുക്ക് അൺസർട്ടനിറ്റി വരുമ്പോൾ ഏത് ലെയറിൽ നിന്ന് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ടാവുമായിരുന്നു ഓർഗനൈസേഷനിൽ. ഇപ്പൊ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിലവിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്രോജക്റ്റ് ഉള്ള സമയത്ത് പോലും അവിടെ നിന്ന് കുറയ്ക്കാനാണ് പറയുന്നത്. കുറയ്ക്കാന്ന് പറയുമ്പോൾ ആർക്ക് എപ്പോ ഒരു റിസ്ക് ഉണ്ടോ ദാറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയിലും നമ്മളെ IT സർക്കിളിലൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇൻക്ലൂഡിംഗ് ഒരു ക്ലൗഡ് എല്ലാവരുടെയും തലയുടെ മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആഗോള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ താങ്കളും താങ്കളുടെ സഹപ്രവർത്തകരും എന്താണ് ചെയ്യുന്നത്? ഇപ്പോ ഇതിന്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റും ഒരു മാക്രോ എക്കണോമി ഇമ്പാക്ട് ആസ് എ നാഷനൊക്കെ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാനലിസ്റ്റുകൾ നടക്കാൻ വഴിയില്ല, നടക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിനെ കാണുന്നത് തികച്ചും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. നമ്മളിപ്പോ നിലവിൽ ഞാനൊക്കെ ഒരു 25 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. IT ഇൻഡസ്ട്രി ഒരു മെച്ചുവർ ആയിട്ടും ആവുന്നതിന് മുമ്പ് തുടങ്ങി ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതിൽ നിന്നിട്ടുള്ള ആളാണ്. ഈ ഇത്രയും കാലത്തിനിടയിൽ ഇന്ത്യയിൽ IT ഒരുപാട് നമ്പറിൽ വളർന്നെങ്കിലും നമ്മൾ മെച്യൂരിറ്റിയിൽ ഒട്ടും വളർന്നിട്ടില്ല. നമ്മളിപ്പോഴും ഇവിടുത്തെ ഓർഗനൈസേഷൻ എല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള IT വർക്ക് എടുക്കുകയാണെങ്കിൽ രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹൈ ഇന്റലക്ച്വൽ ആൻഡ് R&D ഓറിയന്റഡ് വർക്കും പിന്നെ ലേബർ ഓറിയന്റഡ് വർക്കുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഹാസ് comfortably picked up the labor oriented work. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കുറവ് മതി, കിട്ടുന്ന മുഴുവൻ പ്രോഫിറ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് ഓർഗനൈസേഷൻസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഈ ലെബോറിയസ് വർക്കുകൾ എടുക്കുക. അതായത് ആർക്കും വേണ്ടാത്ത US-ലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ളവർ ചെയ്തു വെച്ചേക്കുന്ന ഡിസൈനിന്റെ ഇംപ്ലിമെന്റേഷൻ വർക്കുകളാണ് വന്നേക്കുന്നത്. ഞാൻ മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പല ജോഗ്രഫി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വളരെ റയർലി ആണ് പ്രോഡക്റ്റ് ഓർഗനൈസേഷൻസ് ഡിസൈനും അതുപോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കി മുഴുവൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ വെരി ബ്ലോക്ക് ടേക്കിംഗ് ദ ലെബോറിയസ് വർക്ക്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആകെ കൂടെ ഒറ്റ ഫോക്കസ് ഉള്ളൂ, പ്രോഫിറ്റബിലിറ്റി. അപ്പൊ എല്ലാ ഓർഗനൈസേഷനും അവന്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് എന്താ ചെയ്യുന്നത്, R&D ഒക്കെ കട്ട് ചെയ്യുക, എന്നിട്ട് ആർക്കും വേണ്ടാത്ത കുറെ വർക്ക് എടുക്കുക. ഞാൻ ഇതിനെ കാണുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി. വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ വിജയകുമാർ, IT മേഖലയിലെ നേരിട്ടുള്ള തൊഴിൽ നഷ്ടങ്ങൾക്കപ്പുറം താങ്കൾ പറഞ്ഞതുപോലെ സേവനങ്ങൾ, അതുപോലെ വിദേശ നാണ്യ കരുതൽ ശേഖരം തുടങ്ങിയ വിശാലമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള നയങ്ങൾ ഏതു തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? ഇന്ത്യൻ്റെ മാക്രോ ഇക്കോണമി നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് $700 billion അടുത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട്. അതിനകത്ത് ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ റൂം ഫോർ അലാം. മാത്രമല്ല നമ്മൾ എപ്പോഴും രണ്ട് പ്രധാനമായിട്ടുള്ള മാക്രോ സൂചകങ്ങളാണ് സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയെ ബാധിക്കുക. ഒന്ന് ഫിസ്ക്കൽ ഡെഫിസിറ്റും മറ്റേത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റുമാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ല, മൊത്തമുള്ള ധനക്കമ്മി. അത് നമ്മൾ 9% വരെ എത്തിയിരുന്നു കോവിഡ് സമയത്ത്. അത് ഇപ്പോൾ ഈ വർഷത്തെ ടാർഗറ്റ് 4.4%, വെരി മച്ച് അണ്ടർ കൺട്രോൾ.
കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും വരെ 1% മാത്രമേ ഉള്ളൂ. 2% വരെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയാലും യാതൊരു പ്രോബ്ലവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിലക്കയറ്റ നിരക്ക് ഇന്നിപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസത്തിലെ ജൂലൈ മാസത്തിലെ CPI ഇൻഫ്ലേഷൻ നിരക്ക് 1.55% ഉള്ളൂ. കുറഞ്ഞ വിലക്കയറ്റ നിരക്കാണ്. അതുകൊണ്ടുകൂടിയാണ് റിസർവ് ബാങ്കിന്, മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് പലിശ നിരക്കിൽ കാര്യമായിട്ടുള്ള കുറവ് വരുത്താൻ സാധിച്ചത്. 100 ബേസിസ് പോയിന്റ്, അതായത് 1% പലിശ നിരക്ക് കുറച്ചത്. അപ്പോൾ ഇന്ത്യൻ്റെ നമ്മുടെ മൊത്തത്തിൽ ആ ഒരു സ്ഥൂല സാമ്പത്തിക വശങ്ങൾ നോക്കുകയാണെങ്കിൽ GDP ഗ്രോത്ത്, ഫിസ്ക്കൽ സ്റ്റെബിലിറ്റി, മോണിറ്ററി സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ്. ഈ ഒരു ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള റെസിപ്രോക്കൽ ടാരിഫ് തന്നെ, ഇപ്പോൾ ഈ 25% റെസിപ്രോക്കൽ ടാരിഫും പിന്നെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള 25% പീനൽ ടാരിഫും അടക്കമാണല്ലോ ഈ 50% ചുങ്കം വരുന്നത്. ഈ 50% ചുങ്കം അത് നേരത്തെ എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞ പോലെ ഒരു ആം ട്വിസ്റ്റിംഗ് ആണ്, ഒരു ബാർഗെയിനിങ് ആണ്. ആ ബാർഗെയിനിങ് ട്രംപ് വിജയിച്ചു. യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ട്രംപ് പറഞ്ഞുകൊടുത്ത് ഒപ്പിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടും കൂടിയാണ് അദ്ദേഹം മറ്റു രാജ്യങ്ങളോടും കൂടുതൽ ഒരു ശക്തമായിട്ടുള്ള നിലപാട് ബാർഗെയിൻ. അദ്ദേഹം ഡീലിൻ്റെ ആണ്. എപ്പോഴും സംസാരിക്കുമ്പോൾ ഡീൽ മേക്കിംഗ് ഐ എം എ വെരി ഗുഡ് ഡീൽ മേക്കർ എന്ന് പറയും. ആ ഡീൽ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ മുകളിൽ ഈ 25% പീനൽ ടാരിഫ് ഇമ്പോസ് ചെയ്തത്. പക്ഷെ അതിന് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ റെസ്പോൺസാണ് ഉണ്ടായത്. പെട്ടെന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പ്രൈം മിനിസ്റ്റർ മോദിയും പ്രസിഡന്റ് പുടിനും പ്രസിഡന്റ് സീ ജിൻപിങ് എല്ലാം കൂടെ ചേർന്നിട്ട് ആരും പ്രതിയായിട്ട് 6 മാസം മുമ്പ് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഐക്യം ഈ 3 രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായി. And we were sending a very good message to President Trump, and that was something that he did not expect at all. അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ള കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അദ്ദേഹം വീണ്ടും പ്ലേറ്റ് മാറ്റി. ആദ്യം പറഞ്ഞത് we might lose India and Russia to deep China എന്നൊക്കെ പറഞ്ഞതാണ്. അത് മാറി ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ മോദി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരുപാട് നാച്ചുറൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഐ ഡോണ്ട് സീ എനി പ്രോബ്ലം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോദിയുമായിട്ട് ചർച്ച ചെയ്യാനും തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതപ്പോൾ ഇന്ത്യൻ്റെ ഒരു ശക്തമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ മൂവ്സും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, നമ്മൾ മാക്രോ ഇക്കോണമി നോക്കുകയാണെങ്കിൽ ശക്തമായ നിലയിലാണ്. ഈ 50% എന്നുള്ള ഈ ടാരിഫ് നിന്നു തന്നെ വിചാരിക്കുക, അതിനുള്ള പ്രോബബിലിറ്റിയും കുറവാണ്. അങ്ങനെ നിന്നുവെച്ചാൽ തന്നെ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന 6.5 നിന്ന് 6.2% കുറയും. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ബാധിക്കില്ല അത്. കാരണം ഇന്ത്യയുടെ മൊത്തം അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ GDPന്റെ 2% മാത്രമേ വരുന്നു. അത് തന്നെ അതിന്റെ മറ്റൊരു തലം നോക്കുകയാണെങ്കിൽ രൂപയുമായുള്ള ഡോളറിന്റെ വിനിമയത്തിൽ രൂപ വീണ്ടും മൂല്യം ഇടിയുകയാണ് ഉണ്ടാകുന്നത്. അത് ശരിയാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം മറ്റൊന്നാണ്, ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ട് ഇന്ത്യൻ്റെ ഓഹരി വിപണി കഴിഞ്ഞൊരു 4.5 വർഷം 5 വർഷത്തോളമായിട്ട് വലിയൊരു കുതിപ്പ് നടത്തി. അതിൻ്റെ ഫലമായിട്ട് വാല്യുവേഷൻ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യുവേഷൻ, പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ എന്നൊക്കെ പറയും, അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വലിയ തോതിൽ വിറ്റു. ഈ വർഷം ഓഗസ്റ്റ് മാസം 31 വരെയുള്ള കണക്ക് ഞാൻ പറയുകയാണ്, 1,70,940 കോടി രൂപയുടെ ഓഹരികളാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിറ്റത്. 1,70,940 crores. അപ്പോൾ അവർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിറ്റിട്ട് ആ പണം ഡോളറായിട്ട് മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഡോളറിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ട് ഡോളറിൻ്റെ വില വർദ്ധിച്ച് രൂപയുടെ മൂല്യം കുറയുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കറൻസി മൂല്യം കുറയാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം, അല്ലാതെ ഇന്ത്യൻ മാക്രോ ആയിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സജിമോൻ ആൻ്റണി, ഔട്ട്സോഴ്സിങ്ങിനെ തടയുക അല്ലെങ്കിൽ കനത്ത താരിഫ് ഏർപ്പെടുത്തുക എന്ന നയം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുമോ, അതോ അതൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണേണ്ടതാണോ? ഇതിൽ താങ്കൾ കാണുന്ന ഏറ്റവും വലിയ തടസ്സങ്ങൾ എന്തൊക്കെയാണ്?
ഈ ഔട്ട്സോഴ്സിങ് കഴിഞ്ഞ 20 വർഷമായിട്ട് അമേരിക്കയെ ഒരു പരിധി വരെ വലിയൊരു ചർച്ചാ വിഷയമാണ്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇലക്ഷനകത്ത്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നുണ്ട്, 90കളില് തമിഴ്നാട്ടിൽ നിന്ന് മൈഗ്രന്റ് ലേബേഴ്സ് കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളം എങ്ങനെ റെസിസ്റ്റ് ചെയ്തോ, എങ്ങനെ കമന്റ് പറഞ്ഞോ, അപ്പൊ ആ ഒരു രീതിയിലാണ് വെള്ളക്കാർ അല്ലെങ്കിൽ അമേരിക്കൻസ് ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരെ കാണുന്നത്. ഒന്നത്. രണ്ടാമത്തേത്, ഈ 130,000 ആൾക്കാർ IT പ്രൊഫഷണൽസ് ഒരു വർഷം ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഏകദേശം 1/5 ഇന്ത്യക്കാരാണ് വരുന്നത്. വിച്ച് മീൻസ് ഏകദേശം 24,600 സംതിങ് ലൈക്ക് ആ ഒരു നമ്പർ ഇന്ത്യക്കാരാണ് വരുന്നത്. അപ്പൊ ആ എക്സസ്, അതിനെ പലരും ഒരു എക്സസ് ആയിട്ടാണ് കാണുന്നത്. ഒന്ന്. രണ്ടാമത്, ഈ H1B, L1, B1 ഇങ്ങനെയുള്ള വിസകളിലൊക്കെ പല തരത്തിലുള്ള അബ്യൂസുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്. എന്നാൽ അതിനെ ബലൂണൈസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സിനെ, അവരുടെ ലോക്കൽ ബേസിനെ അപ്ഹീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയും കൂടെ കണ്ടു, അല്ലെങ്കിൽ അതുകൂടെ ഇപ്പൊ നടന്നു വരുന്നുണ്ട് എന്നുകൂടി ഇതിനകത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ ആർക്കാണ് നെഗറ്റീവ് ബാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ NRIs ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇമ്പാക്ട് ചെയ്യുന്നത്. കാരണം ഒന്ന്, അവരുടെ ജോലിയും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. രണ്ട്, ഈ ടാരിഫിന്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റും വരുന്നത് ഈ NRIസിനാണ്. അതോടൊപ്പം എന്റെ സഹപാഠിസ് മുമ്പേ പറഞ്ഞതിനോട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റോ ഇന്ത്യൻ ഇക്കണോമിക്കിൽ വരൂ എന്ന് പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. കാരണം 128 ബില്യന്റെ ഒരു എക്സ്പോർട്ട് ഉണ്ട് ഇന്ത്യക്ക് US-ലേക്ക്. അപ്പൊ ഒരു 3 ട്രില്യന്റെ മൊത്തമുള്ള ഇക്കണോമിയിൽ അതൊരു നിസ്സാര എമൗണ്ട് ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒന്നത്. രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് ടെക്സ്റ്റൈൽസും ജെയിംസും അല്ലെ ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ US-നെ ഒരു സ്ട്രോങ് മാർക്കറ്റായി കരുതി ഇതിനെ ഫോക്കസ് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ അല്ലെ ഒരു സെഗ്മെന്റ് ആണ് US മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് കമ്പനിക്കും പ്രോഫിറ്റബിലിറ്റി ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഫോക്കസ് എപ്പോഴും മിക്കവാറുള്ള കമ്പനിയിൽ ആദ്യം അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് ആയിട്ട് വരുന്നത് US മാർക്കറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇമ്പോർട്ടൻസ് ട്രംപ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മുമ്പേ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇവിടെ ടാരിഫ് വിഷയങ്ങൾ ഇതുവരെ ഹിസ്റ്റോറിക്കലി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴത്തെ ഒരു പോക്ക്. അദ്ദേഹമാണ് ഡിസൈഡ് ചെയ്യുന്നത് എത്രയാണ് ടാരിഫ്, എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം എക്സിക്യൂട്ടീവ് ആക്ഷൻസിൽ കൂടെയാണ് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ തവണ ഈ ഓരോ എക്സിക്യൂട്ടീവ് ആക്ഷൻ നടക്കുമ്പോഴും അതിനെ കോർട്ടിൽ ചലഞ്ചും വരുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ചലഞ്ചുകൾ ട്രംപിന് എതിരായിരുന്നു. പിന്നെ അദ്ദേഹം അപ്പീൽ കോർട്ടിൽ പോയി. അപ്പൊ അവിടെ അവിടെ ഒരു പാർഷ്യൽ ഒരു ഡിസിഷൻസ് ആണ് വരുന്നത്. മീൻസ് ചിലതിനകത്ത് ട്രംപിന് അനുകൂലമാണ്, ചിലതിനകത്ത് ട്രംപിന് പ്രതികൂലമാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത് എന്നുള്ളത് ഇതിനെ ഡ്രാഗ് ചെയ്ത് സുപ്രീം കോർട്ടിലേക്ക് കൊണ്ടുപോകണം. സുപ്രീം കോർട്ട് ട്രംപിന് അനുകൂലമായിട്ട് വിധി തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാരണം പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ 6-3 എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സുപ്രീം കോർട്ടിന്റെ കിടപ്പ് 9 നിൽക്കുന്നത്. അപ്പൊ അവർ ഫേവറിസം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന്. എന്നാൽ ഇതിനെ ഡെമോക്രാറ്റ്സുകൾ ഹൗസിലും കോൺഗ്രസിലും സെനറ്റിലും ഒക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഒറിജിനലി ടാരിഫിന്റെ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ്. അപ്പൊ അത് ട്രംപ് ഇപ്പൊ അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ലോക്കൽ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്തുമാത്രം ഇത് പോസിബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസും സെനറ്റും എല്ലാം കൂടെ എഗ്രി ചെയ്യുന്ന ഒരു മജോറിറ്റിയിൽ എഗ്രി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഇത് ആക്ച്വലി സംഭവിക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം ഫോർ ബോത്ത് കൺട്രീസ്, ഇന്ത്യക്കും അതോടൊപ്പം തന്നെ US-നും. എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇന്ത്യക്കായിരിക്കും US-നെക്കാളും. കാരണം ഇന്ത്യയുടെ ഡിപ്പെൻഡൻസി US-ലാണ് കൂടുതൽ, റാദർ തിരിച്ച് അമേരിക്കയുടെ ഡിപ്പെൻഡൻസി ഇന്ത്യയിൽ ഉള്ളതിനേക്കാളും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനു ബേബി, IT ജീവനക്കാർ അവരുടെ കമ്പനികളിൽ നിന്നും സർക്കാരിൽ നിന്നും എന്ത് തൊഴിൽ സുരക്ഷാ നടപടികളോ അല്ലെങ്കിൽ പിന്തുണയോ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇല്ല, ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും IT കമ്പനികൾക്കുള്ളിൽ ചെയ്യാനില്ല. ഇതിന് മുമ്പത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഇന്ത്യൻ IT കമ്പനികൾ വളർന്നു വന്നത് ഒരിക്കലും സർക്കാരിൻ്റെ തണലിലല്ല. അവർ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിച്ച് ക്ലൗഡ് ഫണ്ടിങ് നടത്തിയിട്ടാണ് IT കമ്പനികൾ ഇവിടെ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിന് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ പോലും അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഗവൺമെൻറ്റിൽ പോലും ഇല്ല. കാരണം
വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ IT സെക്ടർ അവർ അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് TCS അടക്കമുള്ള കമ്പനികൾ ആ ടെക്നോളജിയുടെ അപ്ഡേഷൻസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ ഔട്ട്സോഴ്സിങ് അവർ നിർത്തിയാലും ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഇന്ത്യയിലുള്ള ഏരിയകളെല്ലാം അതിനകത്ത് മാക്സിമം ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ടറുകളെല്ലാം തന്നെ നമ്മൾ അതിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലോട്ട് അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ അതിൻ്റെ ആ ഓരോ മേഖലയിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2008 ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് ഉണ്ടായ സമയത്തും അമേരിക്കയുടെ ബാങ്കുകൾ കംപ്ലീറ്റ് പൊട്ടിത്തകർന്ന് അവരുടെ ഇൻഷുറൻസ് കമ്പനികളടക്കം പൊട്ടിത്തകർന്ന സമയത്തും ഈ അമേരിക്കേനെ പിടിച്ചു നിർത്തിയത് ഇന്ത്യയിൽ നിന്ന് പോയ അതായത് അവർ തന്ന ഔട്ട്സോഴ്സിങ്ങിൽ നിന്ന് ലീഗൽ സെല്ലാണ്, ലീഗൽ സെക്ടറാണ്. അവരതിൻ്റേതായ രീതിയിൽ അതിൻ്റെ വാല്യുവേഷന്, അതിൻ്റെ പ്രോപ്പർട്ടി, അവിടുത്തെ ക്രെഡിറ്റ് സ്കോറെല്ലാം താഴെ പോയായിരുന്നു. അപ്പോൾ ഈ ട്രംപിന് അല്ലെങ്കിൽ ഈ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഈ ഒരു വശങ്ങൾ അറിയത്തില്ല, ഇവരെന്തൊക്കെയാണ് ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുള്ളത്. ഇവരൊരു മൊത്തത്തിലുള്ള ഒരു വാല്യൂ മാത്രം മെഷർ ചെയ്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്, മടങ്ങി വരാം. ശ്രീ ബിജോയ് വിശ്വനാഥൻ, US കരാറുകൾ അവസാനിച്ചാൽ, അത് പറ്റിപ്പോയാൽ ഇന്ത്യൻ IT മേഖലയ്ക്ക് മുന്നിലുള്ള ഓൾട്ടർനേറ്റീവുകൾ എന്തെല്ലാമാണ്? ഞാൻ ഇവിടെ അനൂപ് പറഞ്ഞതിന് ബാക്കിയാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ക്രൈസിസ് ആണ്. നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ അതിലിരുന്ന് കരയല്ല വേണ്ടത്, നമ്മൾ അതിൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയാണ് വേണ്ടത്. US ഇപ്പോൾ ഓവറോൾ നമ്മുടെ ഒരു എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 50% നമ്മുടെ IT സർവീസസ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു 40% പോകുന്നത് US-ലേക്കാണ്. അത് കാലാകാലം നിൽക്കും എന്ന് വിശ്വസിച്ച് അത് പോയാൽ കരയുകയല്ല നമ്മൾ വേണ്ടത്. കാരണം നമ്മൾ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാർജസ്റ്റ് IT ക്രൗഡാണ് ഇന്ത്യയിലുള്ളത്. നമ്മളിപ്പോൾ സെലക്റ്റീവ്ലി പിക്ക് ചെയ്തേക്കുന്ന ഒരു ലോ ലെവൽ ജോലിയാണെങ്കിലും ഇഷ്ടം പോലെ വർക്ക്, നമ്മുടെ വർക്ക് ഫോഴ്സ് ആൾറെഡി കേപ്പബിൾ ആണ് ഒരു R&D ലെവലിലുള്ള വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ എന്തുകൊണ്ട് ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ IT കമ്പനീസ് ആർ വെരി കംഫർട്ടബിളി ഡിസൈഡഡ് ദാറ്റ് വി വിൽ ഗോ ഫോർ പ്രോഫിറ്റ് ഓറിയന്റഡ് ഓപ്പറേഷൻ. ഇപ്പൊ അത് അവരുടെ ആ സർവൈവലിനെ ബാധിക്കുമെന്ന് കണ്ടാൽ, ഇതുപോലെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ട്രംപ് ഇങ്ങനെ ഒരു ഹഡിലൂടെ കൊണ്ടുവന്ന് വെക്കുകയാണ്, നമുക്ക് സർവൈവലിനെ ബാധിക്കുന്നത് കണ്ടാൽ ഓബിയസ്ലി ദാറ്റ് വിൽ ബി ഫോഴ്സിങ് അവർ ഓർഗനൈസേഷൻ ടു റീതിങ്ക്. നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും. സ്ട്രാറ്റജി മാറ്റുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇന്റലക്ച്വൽ ആയ പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് IT സെക്ടറിനുള്ള ഒരു സർവൈവൽ പാത്ത്. അത് വരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ വിജയകുമാർ, ഉയർന്ന US താരിഫുകളോ ഔട്ട്സോഴ്സിംഗ് നിയന്ത്രണങ്ങളോ ഇന്ത്യയുടെ ഒരു വ്യാപാര സന്തുലിത അവസ്ഥയെ മാറ്റിമറിക്കില്ലേ? മുമ്പ് സജിമോൻ ആൻ്റണി പറഞ്ഞതുപോലെ ഇത്ര വലിയ ഓർഡറുകൾ നഷ്ടമാകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കില്ലേ? അതിനൊരു വിശദീകരണം ആവശ്യമാണ്. ഇവിടെ പറഞ്ഞ കണക്കുകളിലൊരു എക്സ്പ്ലനേഷൻ തരാം. ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തേക്കുള്ള അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് $86.5 ബില്യൺ. 86.5 ബില്യൺ. നമുക്ക് അതിൽ ഒരു $45 ബില്യൺ നമുക്ക് വ്യാപാരം മിച്ചമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗ്രോത്തിനെ കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളത്. അത് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട്സ് 2%. ഈ 2% തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ആർ എക്സെംപ്റ്റ് ഫ്രം ടാരിഫ്സ്. ഇലക്ട്രോണിക്സ് ആർ കംപ്ലീറ്റ്ലി എക്സെംപ്റ്റ് ഫ്രം ടാരിഫ്. ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പോർട്ടാണ് നമ്മുടെ. കാരണം നമ്മൾ ലോകത്തിലെ തന്നെ നമ്മുടെ ലീഡിങ് ജനറിക് എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 2%-ന് 0.6 പോയി 1.4% മാത്രമാണ് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ എക്സ്പോർട്സിനെ ബാധിക്കുക. ഈ 1.4% മാത്രമേ ബാധിക്കുള്ളൂ. അത് ബാധിച്ചു കഴിഞ്ഞാൽ പരമാവധി ഒരു 0.6%-ലേക്കാണ് അതിനകത്തുള്ള ഒരു GDP ഇമ്പാക്റ്റ് വരിക. അതുകൊണ്ടാണ് 6.2% ഇന്നലെ നമ്മുടെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ഇന്ത്യയുടെ അനന്ത നാഗേശ്വരൻ അദ്ദേഹം പറഞ്ഞത്, ലേറ്റസ്റ്റ് ഇതൊക്കെ ചർച്ച ചെയ്ത് പറഞ്ഞത്, അവർ GDP may come down to 6.2%. 6.2% GDP growth എന്ന് പറഞ്ഞാൽ India will be by far the fastest growing large economy in the world despite all these facts. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞു ശ്രീ ആനന്ദ് വിശ്വനാഥൻ വളരെ ഭംഗിയായിട്ട് ഇന്ത്യൻ
IT ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ചാലഞ്ച്, അത് ഓപ്പർച്യൂണിറ്റി ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് ഹിം. നമ്മൾ എളുപ്പത്തിലുള്ള പണിയാണ് ചെയ്തത്. പ്രോഡക്റ്റ് പിന്നെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാണ്ട് എളുപ്പത്തിൽ കൂടുതൽ ജോബ്സും പ്രോഫിറ്റ്സും ഉണ്ടാവുന്നില്ല ആ ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തു. മാത്രമല്ല ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ ഓട്ടോമേഷനൊക്കെ വലിയ ചലഞ്ചായി വന്നിരിക്കുകയാണ്. ബട്ട് ദീസ് ചലഞ്ചസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ IT ഇൻഡസ്ട്രി. അതിനുള്ള കോമ്പിറ്റൻസും നമുക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമീനെ അത് ഗണ്യമായിട്ട് ബാധിക്കില്ല. ഈ 50% നേരത്തെ പറഞ്ഞല്ലോ, ആ 50%ഉം ദീർഘകാലത്തേക്ക് നിൽക്കാൻ പോകുന്നതല്ല. ഈ 25% ആണ് പരമാവധി നിൽക്കുക. അതന്നെ 20% ഒക്കെ കുറയ്ക്കും. കാരണം ട്രംപിന്റെ ആ ഒരു ഡീൽ മേക്കിങ്ങിന്റെ ഭാഗമാണ് അത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഒരു 10 ദിവസം മുമ്പാണ് ഏഷ്യാനെറ്റിലൊരു ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കഷൻ നടന്ന സമയത്ത് എൻ്റെ കൂടെ സഹ പാനലിസ്റ്റായി ഉണ്ടായിരുന്നത് നമ്മുടെ കീറ്റെക്സിന്റെ സാബു ആയിരുന്നു. സാബു പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളൊരു ചലഞ്ചായി എടുത്തിരിക്കുകയാണ്, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മൾ വി ആർ മൂവിങ് ടു അതർ മാർക്കറ്റ്സ്. 15% ഗ്ലോബൽ മാർക്കറ്റിന്റെ അമേരിക്കയിലേക്കുള്ളത്. ബാക്കി 85% ഓഫ് ഗ്ലോബൽ ഇമ്പോർട്ട്സ് ബിലോങ് ടു അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, UK ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. UK-യും ഓസ്ട്രേലിയയും UAE ആയിട്ടൊക്കെ തന്നെ ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ, പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. IT-യുടെ കാര്യത്തിൽ അത്ര എളുപ്പമല്ല. കാരണം IT-യിൽ ഇപ്പോൾ അമേരിക്കയിലത്തെ വലിയ കമ്പനികൾ തരുന്ന പോലെയുള്ള 600 മില്യൺ ഡി, 300 മില്യൺ ഡി, $1 ബില്യൺ ഡി, $1.5 ബില്യൺ തന്നെ ഓർഡർ തരാൻ കെൽപ്പുള്ള വലിയ കമ്പനികൾ മറ്റു രാജ്യങ്ങളിൽ കുറവാണ്. എങ്കിലും ദർ ആർ ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ ക്രൈസിസ് ആണ് പലപ്പോഴും അവസരങ്ങൾ തരിക. അപ്പോൾ വി ഷുഡ് യൂസ് ദിസ് ക്രൈസിസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ അതർ മാർക്കറ്റ്സ്. അതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. 13 ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഓൾറെഡി ഒപ്പുവെച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള ഒരു മേജർ ഫ്രീ ട്രേഡ് അഗ്രിമെന്റും വി ആർ ഇൻ ദ ഫൈനൽ സ്റ്റേജസ് ഓഫ് ദാറ്റ് എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ ദിസ് ക്രൈസിസ് വിൽ ബിക്കം ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ. വ്യക്തമാണ്. ശ്രീ ബിജോയ് വിശ്വനാഥൻ, ഇന്ത്യൻ IT മേഖല അമേരിക്കൻ ക്ലയൻറ്റുകളെ എത്രത്തോളം ആശ്രയിച്ചിരിക്കുന്നു? ഇപ്പോൾ മേജർ ടയർ 1 കമ്പനീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആസ് മച്ച് ആസ് 40 to 50% റവന്യൂ വരുന്നത് അമേരിക്കൻ കമ്പനീസിൽ നിന്നാണ്. നമുക്ക് വലിയ പ്രോജക്ട്സ് എല്ലാം വരുന്നത്. പെട്ടെന്നുള്ളൊരു റവന്യൂ ഡ്രോപ്പ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. വന്നിരിക്കും. ബാലൻസ് ഷീറ്റിനെ ബാധിക്കും, നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. അതെല്ലാം പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന ഈ ഔട്ട്സോഴ്സിങ്ങിനൊക്കെ വരുന്ന കൺട്രോൾസ് വരുമ്പോൾ എന്തായാലും അത് വരും. കാരണം അതൊരു ഈസി റവന്യൂ ആണ്. ഇപ്പോൾ സാറോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ ഇവിടുത്തെ IT വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വി ആർ മച്ച് മോർ കേപ്പബിൾ ദാൻ ദാറ്റ് ഓഫ് ദാറ്റ് വർക്ക്, റൈറ്റ്? ഇവിടുന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് പോകുന്ന നമ്മുടെ കൊളീഗ്സ് ആണ് അപ്പുറത്ത് പോയിരുന്നുണ്ട് R&Dയിൽ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വർക്ക് ഫോഴ്സ് ഓൾറെഡി ഉണ്ട്. നമുക്ക് നോ ഹൗ ഉണ്ട്. വി ഹവ് ബീൻ ദെയർ ഇൻ ദ ഇൻഡസ്ട്രി സിൻസ് ദ ബിഗിനിങ്. ഓക്കെ, അപ്പൊ മെച്യൂരിറ്റിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല, നമുക്ക് കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ ഈസി മണിയാണ്. അത് മാറ്റി നമ്മൾ R&Dയിലേക്ക് വരുമ്പോൾ ഇറ്റ് നീഡ് സം ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അതിൽ കൂടെ റവന്യൂ ഡ്രോപ്പും കൂടെ വരുമ്പോൾ ഇറ്റ്സ് എ ചാലഞ്ച്. പക്ഷെ അതാണ് ദാറ്റ് ഇസ് ദ വേ ഫോർവേഡ്, റൈറ്റ്? ഒരു ക്രൈസിസ് വരുമ്പോഴാണ് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ട്. സോ വേറെ ഏത് ഇൻഡസ്ട്രിയിൽ എന്ന പോലെ IT-ക്ക് നമുക്ക് അത് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളതാണ്. ബട്ട് വി നീഡ് ടു ഗോ. ഇന്ത്യൻ IT മേഖല ഈ മാറുന്ന സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ മാത്രം കേപ്പബിൾ ആയിട്ടുണ്ടോ? കോമ്പിറ്റന്റ് ആണോ? We are much more capable than that of what we are currently. ടെക്നിക്കലി എങ്ങനെയാണ് ഇന്ത്യൻ IT-യുടെ ടെക്നിക്കൽ ആയിട്ടുള്ള അവസ്ഥ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. യു ലുക്ക് അറ്റ് എനി R&D ലാബ്സ് അക്രോസ് ദ വേൾഡ്, ദർ ഇസ് എൻ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ, ഈ ഓവർസീസ് ഓപ്പർച്യൂണിറ്റി പോകുന്ന ആൾക്കാർ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ US-ലെ ടോപ്പ് ടെക് കമ്പനീസ് എടുത്ത് നോക്കിയാലും, ഈവൻ കമ്പാരിറ്റീവ്ലി യൂറോപ്പ് കുറവാണ്, ബട്ട് എല്ലാ ടോപ്പ് ടയർ IT കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ ദർ ഇസ് എൻ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ദർ. അത് മൈഗ്രന്റ് ഇന്ത്യൻസ് ആണ്. അവർ മോസ്റ്റ്ലി ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും തന്നെ ഒരുപാട് തന്നെയുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് അവരവിടെ ഇന്ത്യ വിട്ട് അവിടെ പോയി വർക്ക് ചെയ്യുന്നത്. ദർ ഇസ് എ ഗുഡ് R&D ഓപ്പർച്യൂണിറ്റി ഹിയർ ഇൻ ഇന്ത്യ. വി വിൽ ഡു മച്ച് മോർ ബെറ്റർ ദാൻ വാട്ട് വി ആർ കറന്റ്ലി, ബിക്കോസ് വി ആർ കേപ്പബിൾ. നമുക്ക് ആ മെച്യൂരിറ്റി ഉണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് IT വർക്ക് ഫോഴ്സ് ഇവിടെയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ലാർജസ്റ്റ്. നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലാർജസ്റ്റ് ആയിട്ട് വരും.
അപ്പോൾ നമ്മൾ അതിന് കേപ്പബിൾ അല്ല, അല്ലെങ്കിൽ R&Dക്ക് കേപ്പബിൾ അല്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വേറെ ഏതൊരു ഇൻഡസ്ട്രിയിലായാലും R&Dക്ക് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, മെഷീനറീസ് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്യണം. IT-യെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കമ്പ്യൂട്ടറും അതിനനുബന്ധമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടു. അതുകൊണ്ട് നമുക്ക് ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു പ്രോബ്ലം ഇല്ല. നമ്മളെ ഒരു R&D ബേസ്ഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വ്യൂ ഉണ്ടെങ്കിൽ R&D ക്യാൻ ബി ഡൺ ഇൻ ഇന്ത്യ. സോ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം, കൺസംഷൻ, ലോക്കൽ കൺസംഷന് തന്നെ വലിയൊരു സ്കോപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ R&D നടത്തി ഇവിടെ മെച്യൂർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് വി ആർ ഓവർ സീയിങ് ദാറ്റ്. ശരി, വ്യക്തമാണ്. ശ്രീ സജിമോൻ ആന്റണി, വിശാലമായ US-ഇന്ത്യ ബന്ധങ്ങളിലും നമ്മുടെ സാങ്കേതിക സഹകരണത്തിലും ഈ നയം എങ്ങനെ പ്രതിഫലിക്കും? ഹിസ്റ്റോറിക് ഇന്ത്യ-US റിലേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചേരിചേരാ നയങ്ങളിൽ നിന്ന് പതിയെ കഴിഞ്ഞ 20, അതായത് കഴിഞ്ഞ 4 അഡ്മിനിസ്ട്രേഷനിൽ ജോർജ് W. ബുഷ് തുടങ്ങി, പിന്നെ അത് പ്രസിഡന്റ് ഒബാമ, ദെൻ ബൈഡൻ, ദെൻ ട്രംപ്, ആൻഡ് ദെൻ ട്രംപ്, അപ്പൊ അങ്ങനെ ഈ വരുന്ന മാറി വന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റുമാരും അതോടൊപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റുമാരും ഒക്കെ ഇന്ത്യയെ ഒരു ഫേവറേറ്റ് ചാർട്ടിലേക്ക് കൊണ്ടുവരുന്ന തീരത്തിലുള്ള ഒരു നയങ്ങളായിരുന്നു കൊണ്ടുവന്നിട്ടിരുന്നത്. ഇതിനകത്തുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതിന്റെ പ്രതിഫലനം 2016 ഇലക്ഷനും പ്രൈം മിനിസ്റ്റർ മോദി ഇവിടെ വന്ന് ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനുശേഷം ഈ 2024 ഇന്ത്യൻ സമൂഹം ഒരു മജോറിറ്റി, എനിക്ക് തോന്നുന്നത് ട്രംപിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത കമ്മ്യൂണിറ്റിയാണ്. എന്നാൽ 2025 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭരണം ആക്ച്വലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ട്രംപ് യഥാർത്ഥത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിന്റെ ഒരു തർക്കം എന്ന് പറയുന്നത് ഈവൻ റീസെന്റ് നടന്ന ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം പോലും ഒരു കാരണമായിട്ടാണ് അത് ഇവിടെ പറയുന്നത്, ഇവിടെ സംസാരിക്കുന്ന, ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഏതായാലും ആ കഴിഞ്ഞ 20 വർഷം ആയിട്ട് ബിൽഡ് ചെയ്ത ആ ഒരു റിലേഷൻഷിപ്പ് അതൊരു പോറലേറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ യെസ് ആണ്. തീർച്ചയായിട്ടും ട്രംപിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഭാഗത്തു നിന്നും രണ്ടുപേരുടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത് പ്രോബ്ലം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ വൺ ആഫ്റ്റർ ഓരോ പ്രശ്നം. ആദ്യം താരിഫിന്റെ കാര്യം പറഞ്ഞു, 25% വന്നു, പിന്നെ അധിക തിരിവ് വന്നു, അഡീഷണൽ 25%, 50% പറയുന്നു, ഇപ്പൊ IT-യുടെ കാര്യം പറയുന്നു, ഔട്ട്സോഴ്സിംഗിന്റെ കാര്യം പറയുന്നു, H1B, L1 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തലാക്കുമോ അല്ലെങ്കിൽ നിർത്തലാക്കണം എന്നുള്ള പ്രപ്പോസലുകളെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ബന്ധത്തിൽ ഒരു ഊഷ്മളത കുറവുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് രണ്ട് രാജ്യങ്ങളെയും നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇന്ത്യൻ കമ്പനികളിലേക്കുള്ള IT ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കിയാൽ അത് അമേരിക്കയിലും വിദേശത്തും വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നയംമാറ്റമാണ്. അത് ഇന്ത്യയെ താൽക്കാലികമായി ബാധിക്കുമെങ്കിൽ പോലും ഇത്തരം പ്രവണതകളെ അതിജീവിക്കാൻ, ഈ തൊഴിൽ നഷ്ടങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യൻ IT മേഖല ശക്തമാണ്. ഇതുകൊണ്ടൊന്നും ഇന്ത്യൻ IT മേഖല തകരില്ല എന്നത് വ്യക്തമാണ്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ VK വിജയകുമാർ, സജിമോൻ ആന്റണി, അനൂപ് AB, ബിജോയ് വിശ്വനാഥൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.